തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ് തന്നെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മറ്റേതൊരു പ്രോഡക്റ്റുമായി താരതമ്യം ചെയ്താലും സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ഏതാണ്ട് 30 മുതൽ 40% വരെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇത് എളുപ്പത്തിൽ വളയ്ക്കുവാനോ ബ്രേക്ക് ചെയ്യുവാനോ കഴിയില്ല. ഗാൽവനൈസ് ഷീറ്റിൽ നിർമ്മിക്കുന്നത് കൊണ്ട് കൃത്യമായി പെയിൻറ്റിങ് ചെയ്ത് പരിപാലിച്ചാൽ 50 വർഷങ്ങൾക്കപ്പുറം ഈട് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കുന്നേയില്ല. ഇത് സ്റ്റീൽ ജോയിനറീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതോടൊപ്പം സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമസ്കാരം, ഞാൻ സത്യൻ പത്മനാഭൻ. ഏവർക്കും പണിപ്പുരയിലേക്ക് സ്വാഗതം. ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടത് അതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, കോസ്റ്റ് എഫക്റ്റീവ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ് തന്നെയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മറ്റേതൊരു പ്രോഡക്റ്റുമായി താരതമ്യം ചെയ്താലും സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ഏതാണ്ട് 30 മുതൽ 40% വരെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അനുബന്ധമായി മറ്റു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, വീട് പണി പൂർത്തിയാക്കിയ പല സുഹൃത്തുക്കളും പറയുന്നത് അവസാന സ്റ്റേജിൽ കോസ്റ്റ് കൂടിപ്പോയി എന്നുള്ളതാണ്. സത്യത്തിൽ അവസാനം കൂടിയതല്ല, തുടക്കം മുതലേ കോസ്റ്റ് കൂടി വന്നതാണ്. ആദ്യം മുതൽ തന്നെ ക്വാളിറ്റി ഡ്രോപ്പ് ചെയ്യാതെ കോസ്റ്റ് എഫക്റ്റീവായി കാര്യങ്ങൾ നീക്കിയാൽ നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ടൈം സേവിങ്. സാധാരണയായി ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ് വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ജോയിനറീസിൻ്റെ വർക്കും ആരംഭിക്കുന്നതായാണ് കണ്ടുവരുന്നത്. എന്നാൽ സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് നമ്മൾ ഓപ്റ്റ് ചെയ്താൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഷോറൂം സന്ദർശിച്ച് പ്രോഡക്റ്റ് കണ്ട് ബോധ്യപ്പെട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ വിതിൻ 10 to 15 ഡേയ്സ് സൈറ്റിൽ മെറ്റീരിയൽ എത്തും എന്നുള്ളത് തീർച്ചയായും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അടുത്തത്, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. സ്റ്റീൽ എന്നത് കരുത്തിൻ്റെ പര്യായമായിട്ടാണ് നമ്മൾ കാണുന്നത്. വലിയ ഗ്ലാസ് ഷീറ്റുകൾ പോലും ചെറിയ സ്റ്റീൽ ഫ്രെയിമുകളിൽ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് മോഡേൺ ഇൻഡസ്ട്രിയൽ ഡിസൈൻസിനും ഇവ അനുയോജ്യമാണ്. ഇത് എളുപ്പത്തിൽ വളയ്ക്കുവാനോ ബ്രേക്ക് ചെയ്യുവാനോ കഴിയില്ല. ഗാൽവനൈസ് ഷീറ്റിൽ നിർമ്മിക്കുന്നത് കൊണ്ട് കൃത്യമായി പെയിൻറ്റിങ് ചെയ്ത് പരിപാലിച്ചാൽ 50 വർഷങ്ങൾക്കപ്പുറം ഈട് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, ദാറ്റ് ഈസ് സെക്യൂരിറ്റി. സ്റ്റീൽ ഫ്രെയിംസ് ആർ സോ ഹാർഡ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇത് തകർത്ത് അകത്ത് കിടക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തീ പിടിക്കുകയുമില്ല. നമ്മുടെ സ്വപ്നഭവനത്തെ തെഫ്റ്റിൽ നിന്നും ഫയറിൽ നിന്നും രക്ഷിക്കുവാൻ സ്റ്റീൽ ജോയിനറീസിന് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അടുത്തത്, ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏതൊരു സൈസിലും ഡിസൈനിലും, അത് മോഡേൺ ആണെങ്കിലും ട്രഡീഷണൽ രീതിയിലാണെങ്കിലും, ആർച്ച് വിൻഡോസ്, ചെക്ക് വിൻഡോസ്, ബേ വിൻഡോസ്, കോർണർ വിൻഡോസ്, അങ്ങനെ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഏതൊരു രീതിയിലും സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ഡിസൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മുടെ സ്വപ്നഭവനത്തെ കൂടുതൽ മികവുറ്റതാക്കും. നെക്സ്റ്റ്, വെതർ റെസിസ്റ്റൻസ്. മഴക്കാലത്ത് ജനലുകളും വാതിലുകളും അടയ്ക്കുവാനും തുറക്കുവാനും ബുദ്ധിമുട്ടുന്നതായി പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കുന്നേയില്ല. ഇത് സ്റ്റീൽ ജോയിനറീസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് റീസൈക്ലബിൾ ആണ്, പുനരുപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് ചെയ്യുന്നില്ല. ഇതോടൊപ്പം സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷൻ, അതായത് GI ഷീറ്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. പ്രോപ്പറായിട്ടുള്ള പെയിൻറ്റിങ്, കൃത്യമായുള്ള മെയിൻ്റനൻസ് എന്നിവ ശ്രദ്ധിച്ചാൽ തുരുമ്പെടുക്കാനുള്ള സാധ്യതയെ നമുക്ക് മുറിച്ചു കടക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്നുള്ളത്, മറ്റേതൊരു മെറ്റീരിയലിനേക്കാൾ വെയിറ്റ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഫിക്സ് ചെയ്ത് പോകുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇത് ഒരു ഫാക്ടറി മെയ്ഡ് ഉൽപ്പന്നമായതുകൊണ്ട് റീഷേപ്പ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതുപോലെ കർവുകൾ പോലെയുള്ള ഡിസൈനുകൾ ചെയ്യുന്നതിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിനെ കുറിച്ച് പ്രിലിമിനറി ആയിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻസ് ആണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഏറ്റവും പ്രധാനമായി വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സപ്ലയറെ കണ്ടെത്തുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. ഏതൊരു പ്രോജക്റ്റിൻ്റെ വിജയം അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിനെ ആശ്രയിച്ചിരിക്കും. പണിപ്പുര അടുത്തതായി ചർച്ച ചെയ്യുന്നത് ഡോസ് ആൻഡ് വിൻഡോസ് എപ്പോൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഞാൻ സത്യൻ പത്മനാഭൻ, സൈനിങ് ഓഫ്. താങ്ക് യു.